ഗായ്സ്, നീക്കുട്ടിക്കൊന്ന് മടി വീട്ടിൽ നിന്ന് കുളിക്കാൻ. നമ്മൾ അമ്പലക്കുളത്തേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ വിളക്കൊക്കെ വെച്ച് അമ്പലക്കുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ നീക്കുട്ടി ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട്. അമ്മ ഉണ്ട് ഞങ്ങളെ കൂടെ പോരാനും. അപ്പോൾ നമുക്ക് അമ്പലക്കുളത്തിൽ പോയി കുളിക്കാം. ഗായ്സ്, നീക്കുട്ടിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഓർമ്മ വരുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കരിക്കാട് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പോവാണ്ട് കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ നേരെ കയറുന്നത് കുളത്തിലേക്കാണ്. നീക്കുട്ടീനെ കുളിപ്പിക്കാനുണ്ട്. ആള് അമ്പലക്കുളത്തിലേ കുളിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്നത് രാവിലെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. നീക്കുട്ടിയാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതിന് നിറച്ചും മീനുണ്ട്. മീൻ കടിക്കുമെന്നുള്ള പേടിയാണ്. എന്നാലും ആൾക്ക് അമ്പലക്കുളത്തിൽ നിന്ന് കുളിക്കുക എന്നുള്ള വാശിയാണ് കേട്ടോ. അപ്പം പിന്നെ അതങ്ങോട്ട് നിറവേറ്റാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കണ്ടോ, രണ്ടാമത്തെ സ്റ്റെപ്പുമ്പൊക്കെയാണ് ആളെ ഞാൻ നിർത്തുന്നത്. ഭയങ്കര പേടിയാണ്, മീൻ കടിക്കുമെന്നുള്ള പേടിയാണ് കേട്ടോ. ഏതായാലും ഞാൻ ഒരു വിധത്തിൽ ആ സ്റ്റെപ്പുമ്പോൾ ഇരുത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കൈകൊണ്ട് കോരിയിട്ടാണ് വെള്ളമൊക്കെ തലയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്ക് കാട്ടി കൊടുക്ക്. മുഖം കഴുകേ, മുഖം കഴുകേ. നോക്കിയ കാക്ക മീനെ പിടിക്കണ നോക്കിയാ, കാക്ക മീനെ പിടിക്കണ നോക്കിയാ. അങ്ങനെ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ അമ്പലത്തിൽ കയറാൻ പോവുകയാണ്. ആൾക്കാണെങ്കിൽ കുളത്തുനിന്ന് കയറി പോരാൻ തീരെ മനസ്സില്ലാണോ, നല്ല പേടിയാണോ. അങ്ങനെ ഞങ്ങൾ കുളത്തിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് വലിയൊരു ആൽമരാണ്, നമ്മുടെ അമ്പലത്തിലുള്ള ആൽമരം തന്നെയാണ്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതിയും പിന്നെ അയ്യപ്പസ്വാമിയും ഭഗവതിയും എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കരിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഞങ്ങളിതേ തൊഴുതിറങ്ങി പ്രസാദം വാങ്ങാൻ നിൽക്കുകയാണേ. നിമുൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഊട്ടുപുരയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. രാവിലെ ഇവിടെ ചായയും കടിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉപ്പുമാവും അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ പഴവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിലേക്ക് പോണ വഴി ഇതാ ഒന്നും കൂടെ ഒന്ന് കുളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നീക്കുട്ടി അമ്മയും കൂടെ കുളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിറയെ മീനുണ്ട് കേട്ടോ ഇവിടെ. സ്വാമി കുട്ടിയല്ലേ എടുക്കാൻ പാടില്ല.
നീയക്കുട്ടി കണ്ടോ ഡ്രസ്സൊക്കെ പൊക്കി വെച്ചിട്ട് അങ്ങോട്ടൊക്കെ ഇട്ട് നടക്കുകയാണേ. പടി നല്ല വഴുക്കലാണ്. ആ ചിരി കണ്ടോ, ആളവിടെ വഴുക്കി വീഴാൻ പോയതിൻ്റെ ചിരി കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ആ പടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആളെ കാലിനൊരു പ്രശ്നമില്ല എന്നല്ലോ ഇപ്പം കണ്ടോ. ഞങ്ങളെ അമ്പലം കളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.